ഈ ഗ്രാമങ്ങളെല്ലാം പുരാതനമെന്ന് ചിത്രലേഖ അറിയുന്നു. പഴയ നായാട്ടുകാലത്ത് നിന്ന് സ്വയം പറിച്ചെടുത്ത് നദീതടത്തിലെ കറുത്ത പശിമ മാറാത്ത മണ്ണിൽ നീരൊഴുക്കിന്റെ ചാരെ കുറ്റിതറച്ചവർ. പെണ്ണെഴുത്തുകാരിൽ വിഭിന്നമായ വഴി സ്വീകരിച്ച എഴുത്തുകാരി എന്നാണ് നിരൂപകർ പി. വത്സലയെ വിശേഷിപ്പിച്ചത്. ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ഈ എഴുത്തുകാരിയുടെ സാഹിത്യം. ആ സഞ്ചാരത്തിൻ്റെ അവസാന ഏടാണ് ചിത്രലേഖ എന്ന നോവൽ. പി. വത്സല എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി തൻ്റെ അവസാന കാലത്ത് എഴുതിയതാണ് ഈ നോവൽ. ശരിക്കും യഥാർത്ഥമായിട്ടുള്ള അമ്മയുടെ കൂട്ടുകാരിയുടെ തന്നെ ഒരു കഥയാണ്. അവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പാറ്റ്നയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള അന്നത്തെ ആ സിറ്റുവേഷനൊക്കെയാണ്, ചുറ്റുപാടുകളും ഒക്കെയാണ് ഇതിവൃത്തായിട്ടിരിക്കുന്നത്. 2023 നവംബറിലാണ് എഴുത്തുകാരിയും അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ പി. വത്സല വിട പറയുന്നത്. മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തെ പി. വത്സല തൻ്റെ പുസ്തകങ്ങളിൽ ചേർത്ത് നിർത്തിയിരുന്നു. വത്സലയുടെ മറ്റു നോവലുകളായ നെല്ല്, കൂമൻകൊല്ലി, ആഗ്നേയം തുടങ്ങിയവയിലെ എഴുത്തിൻ്റെ സൗന്ദര്യം അപൂർണമെങ്കിലും അവസാന നോവലിലുമുണ്ട്. ഇങ്ങനെ അവസാനം എഴുതിയൊരു നോവലിന് ഇപ്പം ജീവിച്ചിരിക്കാത്തപ്പോൾ ഒരു പ്രകാശനം ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ പ്രതീക്ഷിച്ചില്ല. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ. കോഴിക്കോട് നടന്ന ചടങ്ങിൽ വത്സലയുടെ മകൾ മിനി, ഭർത്താവ് അപ്പുക്കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചിത്രലേഖ മേയർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.